എന്താ പറഞ്ഞ കേട്ടില്ല. mAh ജംപ് സ്റ്റാർട്ടർ ആണ്. ഈ കാണുന്ന രണ്ടെണ്ണാണ് ജംപ് സ്റ്റാർട്ട് സോക്കറ്റ്. സ്പെഷ്യലാ ചപ്പാത്തിയോ പെരുന്നാക്ക് കെട്ടിയിട അവിടെ വന്നാ. ഓ ഡ്രസ് ഉണ്ടായി ഇതാ. ഹായ്, ഈദ് മുബാറക് ടു ഓൾ മൈ ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് രാവിലെ തന്നെ അതാ ഞങ്ങൾ മാറ്റി, പറയാനൊന്നുമില്ലല്ലോ, ഞാൻ തന്നെ കൊണ്ടുവരും ഇന്നത്തെ പെരുന്നാൾ. നല്ല റെഡ് ഡ്രസ്സും ആരുടെ ഇല്ലാത്ത യുണീക്ക് കളറായില്ലേ. പള്ളിയിൽ പോകുമ്പോൾ അറിയാം എല്ലാവരും ഇതേപോലത്തെ കളറായിക്കാരം. എന്തിന് പെരയിൽ തന്നെ ഒരുത്ത ഇതേ കളർ ഇട്ട് വന്നിക്കണ്. ഞാനിപ്പോഴാണ് കാണുന്നത്. അതൊക്കെ കാണണം. സ്വന്തം പെരയിൽ ഒരേ ഡിസൈനില്ല കളറ് കണ്ടിട്ടില്ലല്ലോ. മാമ ഈദ് മുബാറക്. എന്താണ് പൈസയും കൊണ്ട് തരുന്നുണ്ടോ? പെരുന്നാ പൈസയാണോ? ആണോ? എന്നാ കൊടുക്കൂ. ഓ പൂക്കിക്കുട്ടൻ മാഷ. എന്താ പറഞ്ഞ കേട്ടില്ല. എന്ത് ഉമ്മ വന്നില്ലേ മാമാക്ക്? ഇന്നിവിടെ നോക്കട്ടെ. മാമ എന്താ പറഞ്ഞേ? എല്ലാ നോമ്പും നോറ്റേനില്ലേ? അതൊക്കെ പോട്ടെ. ഡ്രസ് എങ്ങനെയുണ്ട് മാമ മോന്റെ? മാഷാല്ലാ. ബാ കെട്ടിയിട അവിടെ വന്നാ. ഓ ഡ്രസ് ഉണ്ടായി ഇതാ. ഈ ഒരു പ്രൊഡക്റ്റ് കാറിലൊരു എന്തായാലും ഒന്ന് നോക്കി വെച്ചാൽ എന്തായാലും ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഇതാണ് അഗാറോ പ്രൈമോ ജംപ് സ്റ്റാർട്ടർ. അപ്പൊ ഇതിന്റെ യൂസ്ഫുൾ എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. വരുന്നത് 12000 mAh ജംപ് സ്റ്റാർട്ടർ ആണ്. ഈ കാണുന്ന രണ്ടെണ്ണാണ് ജംപ് സ്റ്റാർട്ട് സോക്കറ്റ്. പിന്നെ ഇതിൽ വരുന്നത് 3 ലൈറ്റ് മോഡാണ്. ലോങ് പ്രസ് ചെയ്ത നോർമൽ ലൈറ്റ്, ഒരു ക്ലിക്കും കൂടി ചെയ്ത സ്ട്രോബ് ലൈറ്റ് മോഡും, പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത SOS മോഡാണ് ഉള്ളത്. ഇത് സിംഗിൾ ചാർജിങ്ങിൽ തന്നെ നമുക്ക് 20 വട്ടം വരെ നമുക്ക് നമ്മുടെ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ജംപ് സ്റ്റാർട്ട് കേബിള്. ഇതാണ് പോസിറ്റീവ് ക്ലാമ്പും അതുപോലെ തന്നെ നെഗറ്റീവ് ക്ലാമ്പും. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയാൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നെഗറ്റീവ് ക്ലാമ്പ് നെഗറ്റീവ് കാർ കേബിളിലും പോസിറ്റീവ് ക്ലാമ്പ് പോസിറ്റീവ് കാർ കേബിളിലാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതും എപ്പോഴും 3 ലൈറ്റ് കത്തണം. 75% ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു പ്ലഗാണ് ജംപ് സ്റ്റാർട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തിന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിതാ ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാണ്, പർച്ചേസ് ചെയ്ത് നോക്കുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആള് ഡ്രസ്സ്. ആ ലൈറ്റ് ഇട്ടാ കാണിച്ചു കൊടുത്താ എന്ത് സ്വഭാവമാണ്. ഞാൻ അടുത്ത ഡ്രസ്സ് എനിക്ക് അറിയില്ല എന്താണെന്ന്. ഇല്ല, ഇന്ത്യന്റെ അത്ര രസേ ഇല്ല. കാരണം അതാ അവിടക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞാനാ ഫസ്റ്റ് എടുത്ത ഡ്രസ്സ്. അത് കണ്ടിട്ടോ ഇതേ ഡിസൈന്, കളർ കുറച്ച് ഡിമ്മായി എന്നുള്ളു, ബാക്കിയൊക്കെ സെയിം. എന്ത് സ്വഭാവമാണ്. സമയം 7 മണിയായി. അപ്പൊ ഓ പൈസ നോക്കട്ടെ, എത്ര പൈസ ചെയ്യുന്നു. ആര് സ്പോൺസർ ചെയ്തേ? ആയിക്കോട്ടെ ഇൻഷാല്ലാ മാഷാല്ലാ. പിന്നെ ഷൂവോ? നെബുഹാനോ? റൗണ്ടപ്പോ? റൗണ്ടപ്പ് ആയിക്കോട്ടെ. അപ്പൊ ഞാനൊന്നുമില്ല, എന്റെ പേര് പറയടാ. ബീവിമായി എനിക്ക് പൈസ അയച്ചു കൊടുത്തുട്ടോ ഡ്രസ്സിന്. മാഷാ ബീവിമായാണ് കാസർഗോഡിലെ അമ്മായിയാണ്. താങ്ക് യു സോ മച്ച്. അല്ലേ ഇത് വേറെന്തോ ഞാനെന്തോ തന്നെ പറഞ്ഞു കൊടുക്ക്. യെസ് ആ കയ്യണ്ണ. ഓ അത് പറഞ്ഞല്ലേ സന്തോഷായി. എല്ലാരും വാങ്ങി തന്നിക്കണ്. അപ്പൊ അവന്റെ പെരുന്നാൾ ഡ്രസ് ഇതാണ്. എന്റെ പെരുന്നാൾ ഡ്രസ് ഇങ്ങനെയാണ്. എങ്ങനെ അതിനിങ്ങനെയാണ് വാങ്ങി കൊടുക്കല് അമ്മ. ഞങ്ങൾക്ക് രണ്ട് മാമാക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, 2 കുട്ടികൾ ഒരേ പോലെ. അതാണ് മാമ എടുക്കണത് അതിന് വേണ്ടിട്ടാണ്. ലാമിന്റെ വണ്ടി ഇതെന്തിനാ ഇന്റെ കളർ കൊടുത്തിട്ടുണ്ടേ?
ഞാൻ പള്ളിന്നേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, ഇത് പെരേന്ന് തന്നെ ഒരേപോലെ സോറി ലെറ്റബിൾ അന്റെ തന്നെ. ഓക്കെ, ലാമി വരാനായിട്ടില്ല എന്ന് പറയണ. ലാമി കുറച്ച് പണിയിലാണ്. ലാമി റെഡി ആയിട്ട് ക്യാമറന്റെ മുമ്പിൽ വരുള്ളൂ എന്ന് പറയണത്. ഓ അതിന്റെ വാച്ച് കളക്ഷൻ നോക്ക്, സീന് മാഷല്ലാ. ആ ഇവിടെ കുട്ടി വ്ളോഗർ വന്നിക്കണേ. അപ്പൊ ഞങ്ങളിതാ 7 മണിയായി, 7:15 സ്കൂട്ടിയിലോ 7:15 നിസ്കാരം. അപ്പൊ ഞങ്ങൾ എല്ലാരും നിസ്കരിക്കാൻ പോവാണ്, പെരുന്നാൾ നിസ്കാരം. അത് ഫാമിലി എല്ലാരും കൂടിയിട്ട് നിസ്കരിക്കുമ്പോണ്ടല്ലോ മാഷല്ലാ അടിപൊളിയാണ് അല്ലേ. നാളല്ലേ ആ പെരുന്നാള് 30 ദിവസം നോമ്പ് പറ്റിയതിന്റെ ഒരു സംഭവം കിട്ടുക. അതെ അതെ, ബാക്കി ഇങ്ങനെ പെരയിൽ ഇന്ന് പെരയില് ഇങ്ങനെ നിന്ന് പണിയെടുത്തില്ലേ, അത് അതുകൊണ്ടൊന്നും പച്ചയാണ് അത്. അമ്മ എന്താ അമ്മ അപ്പൊ പെരുന്നാള് വാപ്പ കൊണ്ടുപോയി വാപ്പാനെ വാപ്പ പോവാൻ പറഞ്ഞ് ഇനി വാപ്പ മാറ്റിയിട്ട് വാപ്പാനെ കാണിച്ചു തരുള്ളൂ. ഓക്കെ, ഇതോക്കടാ എന്റെ ഷോക്സും റെഡ്, എന്റെ ഷൂവിന്റെ ഇവിടെയും റെഡ്, എന്റെ ഫയർ റെഡ്. ഞാൻ ഫുൾ റെഡാണ്. ഷൂ എങ്ങനെ ഉണ്ട് അല്ലേ, സെറ്റ് ആയില്ലേ? അപ്പം ഇൻഷാല്ലാ എന്താ പറയാൻ വന്നേ, ഞങ്ങള് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഇൻഷാല്ലാ. എല്ലാവരും പോലെ തന്നെ എന്തീക്കാരം പരിപാടി, പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, വരിക, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, കടന്നുറങ്ങുക. ജുമാ ഉണ്ടായതുകൊണ്ട് ജുമാക്കും കൂടി നീക്കണം. പിന്നെ ഫോട്ടോസ്, പിന്നെ എന്താ പരിപാടി, പിന്നെ ആരൊക്കെ എല്ലാവരും വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബൈ. അങ്ങനെ ബെൽറ്റ് ഇടേണ്ടി എങ്ങനെയാണെന്ന് നമ്മളെ 7ാം ക്ലാസ്സുകാരൻ സോമൻ പഠിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ഞാൻ പള്ളിയിൽ പോവാണ് പറഞ്ഞ് വീണ്ടും വന്നത്. മാമ മുസല്ലൊക്കെ എടുത്തു അല്ലേ, മുസല്ലം കൊണ്ടിട്ടാണ് ഞങ്ങൾ പോണത്. ഓക്കെ, പിന്നെ ഞാൻ എന്തിനാ ഓണാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളെ ഹീറോനെ കാണിച്ചു തരണ്ടേ. ഞങ്ങളെ ഹീറോ അതാ ബ്ലാക്ക് ഇട്ട് വരൂ വന്നില്ലേ. ഹീറോ പോയി കാലിന് 5 മിനിറ്റ്. എവിടെ എൻട്രി ഇന്ന് കൊടുക്കുവോ? എൻട്രി കൊടുക്കുവോ? അതാ മാഷാല്ലാ ബ്ലാക്ക് ഇവിടെ ഒരു ഹൈ ഇത് മുബാറക്ക് കൊടുക്കുവോ? അയ്യോ മാഷാല്ലാ, മാമ മാറി കൊടുക്കില്ല. ഞങ്ങളെല്ലാരും കൂടി നിസ്കരിക്കാൻ പോവാണ്. കമോൺ. എന്താ പെരുന്നാളൊക്കെ ആയിട്ട് പള്ളിയിലൊക്കെ പോയിരുന്നില്ലേ? പിന്നെ ഒരൊക്കെ കഴിഞ്ഞു. അതന്നെ, ഷാൻ ഇന്നലെ റീൽ ചെയ്തിരുന്നു പെരുന്നാൾ കഴിഞ്ഞിട്ട് ബോയ്സിന്റെ ഇത് കടന്നുറങ്ങുക. ഷാനിതാ ഇപ്പൊ നീച്ചിട്ടുള്ളൂ. റീലില് പറഞ്ഞ സത്യ, ഇന്നലത്തെ റീലില് ഇവിടെ ആരും ഇല്ലല്ലേ. അതിലിടപ്പോ ഉറക്കത്ത് നീക്കട്ടപ്പോ സമയം എത്രയായി? പള്ളി പോയി എന്നിട്ട് നീക്കാണ്. അതിലെവിടെ മാമ, അതിലെവിടെ കബർക്കോ? പോയിക്കണോ? ഇത് ഇവിടെ വിരുന്നാര് വരും, അയൽവാസികൾ വരും. അപ്പൊ അതിനാണല്ലേ മാമ. ബാപ്പ ഇവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എന്തൊക്കെ സ്പെഷ്യലാ? ചപ്പാത്തിയോ പെരുന്നാക്ക്? അതുകൊണ്ടൊന്നല്ല കേട്ടോ, ആഷിക്കാക്ക് ചോറ് ഇഷ്ടല്ല അത്രക്ക്. എന്നാലും പെരുന്നാക്ക് ബിരിയാണി എന്നാണ് ആഷിക്ക. ഏതാണ് വിജയിച്ചത്? മന്തി, ബിരിയാണി, നെയ്ച്ചോറും കടായി, പിന്നെ ഏതാ കപ്സല്ലേ? അല്ല വിജയിക്കണ ബിരിയാണി തന്നെയാ എന്തായാലും. ബീഫോ? അതെന്താ? അത് സ്പെഷ്യലാ. പായസത്തിന് പകരം വേറെ സാധനം. ഐസ്ക്രീം ആണെന്ന് അല്ല, ഇത് വീട്ടിൽ നിന്ന് 2 വീതം ചോറൊക്കെ ഉണ്ട്. ചോറ് ബീഫാണ്.
രസമില്ല? ഇഷ്ടായോ? എന്നാ ബീഫ് ഇതൊന്നും എടുക്കണ്ട, എനിക്ക് വേറെ എടുത്തോ. എന്താണ് ഓൾക്കൊരു പാത്രം കൊടുത്തോ? എനിക്ക് ഒറ്റക്ക് എടുത്തതാണ്. അപ്പൊ ഗൈസ് ഞാൻ തിന്നിട്ട് വരാം, എനിക്ക് ഇവിടെ അടിയാവും. ബൈ. കൊറേ ആൾക്കാരുണ്ട്. ഹായ് ഗൈസ്, ഹായ് പറയടാ. പുകി എല്ലാരും സെറ്റായി. ഫലു വയ്യാറി ടയേർഡ്. എന്താണ് വയ്യാറി ടയേർഡ്? ആ വലിയ ഡ്രസ് ഇട്ട് കുഴങ്ങിയതാണ് സംഭവം. ഒന്നിണില്ലേ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഇതാണ്. നാളെ ഒരേപോലെ ഉണ്ട്. ചെറിയൊരു വെരി ഡിഫറൻസ്, പാന്റ് ഡിഫറൻസ് ഉണ്ടോണ്ട് കുഴപ്പമില്ല. സംഭവം എനിക്ക് കിട്ടപ്പോ നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ അതേപോലെ ആയില്ല. ഇങ്ങനെ തന്നെ ഇടാനി എന്നും ഇതേപോലത്തെ ഒരു മഞ്ഞും കൂടി വാങ്ങി കൊടുക്ക രണ്ടാക്കും. ഫലില് വെറൈറ്റി ആണ്. ഇന്ന് രണ്ട് ഷൂ ആണോ? വേറെ വേറെ ഷൂവാ? അല്ല, അത് കാണാത്തോണ്ടാണ് എന്റെ പാന്റോണ്ട്. അപ്പം എല്ലാരും കാട്ടി ലാമിനെ കാണുന്നില്ല ഇറങ്ങാണ്ട് ഓളയും കാട്ടി തരാൻ. ഞാൻ എല്ലാരും കാണിച്ചു പിന്നെ കാണണ്ടേ. ഓളെങ്ങനെ ഉണ്ട് പറയട്ടോ. വലിയ രസമായിട്ടൊന്നുമില്ല, എന്നാലും ഞാനാണ് അടിപൊളി. ഞാനും ലാമി ഡ്രസ് കോഡാ അല്ല, എല്ലാരും ചൊമ്പ് മാമ. ഞാന് ചൊമ്പിന്റെ ഏകദേശം ചെറു കളറ് ബ്രൗൺ. വാപ്പ മറ്റേ പ്രേമോ ഇവൻ പൂക്കി. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുത്താ. അപ്പൊ ഞങ്ങള് നിന്റെ വീട്ടിൽ പോകണല്ലേ? നമ്മള് ഇന്ന് ഈ പെരുന്നാക്ക് സത്യം പറഞ്ഞാൽ എടുക്കും വീട്ടിലല്ലേ? നമ്മള് ഒപ്പരൊക്കെ ഉറങ്ങി. ഞാൻ കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ. ആ ഇനി ഫുൾ ഉറങ്ങിയിരുന്നു. പക്ഷെ എന്നാലും അപ്പൊ അങ്ങനെയാണ്. ഞങ്ങളെത്തി. ലാമിൻ്റെ അവിടെ എന്താ ജ്യൂസ് പിന്നെ പുഡിംഗ് ആണ്. മന്തിയും ചിക്കൻ പൊരി കേട്ടോ. ഫുഡ് വേണ്ടത്ര. ഞാനേ എങ്ങനെ കേട്ടോ ചിക്ക ഞാൻ എടുക്കാതെ നല്ലതെന്ന്. 3 പദം പാടില്ല. ഞാൻ അടിച്ചുതരാം. എടുക്കണേ. അപ്പൊ ഇത് തിന്നല്ലേ?